നമസ്കാരം. ജനം തെരുവിൽ കരയുന്ന കാലം. വി എസിൻ്റെ ശൂന്യത എത്രത്തോളമാണ്? ജനപക്ഷ രാഷ്ട്രീയം മരിച്ചിരിക്കുന്നു. ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശൂന്യത കേരളം തിരിച്ചറിയുമ്പോൾ വി എസ് ഇല്ലാത്ത ഒരു വർഷം കേരളത്തിന് നൽകുന്ന പാഠം എന്താണ്? ജനം തെരുവിൽ കരയുന്ന കാലമാണ് എന്നും വി എസിൻ്റെ ശൂന്യതയിൽ ജനപക്ഷ രാഷ്ട്രീയം മരിച്ചെന്നുമല്ലേ? എന്തുകൊണ്ടാണ് വി എസ് ഇത്രയേറെ ജനകീയനായത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഏറ്റെടുത്ത എല്ലാ പോരാട്ടങ്ങളും വിജയിച്ചതുകൊണ്ടല്ല, തോൽവി ഉറപ്പായ സാഹചര്യങ്ങളിലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലാതെ പോരാടാൻ അദ്ദേഹം കാണിച്ച ആർജവമാണ് അദ്ദേഹത്തിൻ്റെ ജനകീയതയുടെ യഥാർത്ഥ അടിത്തറ. വി എസ് അച്യുതാനന്ദൻ ഇല്ലാത്ത കേരളത്തിൻ്റെ ജനകീയ പ്രതിരോധ ഇടം എത്രമാത്രം ശൂന്യമായി കഴിഞ്ഞുവെന്ന് മലയാളികൾ കൂടുതൽ തിരിച്ചറിഞ്ഞ ഒരു വർഷവും ദിവസവുമാണ് ഇതാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണിടിച്ചിലും വിഴിഞ്ഞം തുറമുഖത്തിലെ ഓഹരികൾ അദാനി ഗ്രൂപ്പ് ഏകപക്ഷീയമായിട്ട് കൈമാറാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളുമൊക്കെ പുറത്തു വന്നപ്പോൾ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കേരളം ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമെന്നതിൽ സംശയമില്ല. അധികാരത്തിൻ്റെ ആകർഷണങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം നിലപാടുകൾ ഉറച്ചുനിന്ന് വി എസ് നടത്തിയ പോരാട്ടങ്ങൾ അത്രയേറെ ജനകീയമായിരുന്നു. ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പോലും പോരാടാൻ തയ്യാറായിരുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ പ്രതീകമായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ഏറ്റെടുത്ത എല്ലാ പോരാട്ടങ്ങളും വിജയിച്ചതുകൊണ്ടല്ല വി എസ് ഇത്രമേൽ ജനകീയനായത്. തോൽവി ഉറപ്പായ സാഹചര്യങ്ങളിലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലാതെ പോരാടാൻ അദ്ദേഹം കാണിച്ച ആർജവമുണ്ടല്ലോ, അതാണ് അദ്ദേഹത്തിൻ്റെ ജനകീയതയുടെ യഥാർത്ഥ അടിത്തറ. പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്നയാൾ എന്നായിരുന്നു എം എൻ വിജയൻ മാഷ് വി എസ് അച്യുതാനന്ദനെ വിശേഷിപ്പിച്ചത്. ജീവിതത്തിലുടനീളം അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളുടെ ആകത്തുകയായിട്ട് ഈ വിശേഷണം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. പാർട്ടിക്കുള്ളിലായാലും പുറത്തായാലും വി എസ് ഏറ്റെടുത്ത പല വിഷയങ്ങളും കേവലമായ രാഷ്ട്രീയ വിജയപരാജയങ്ങളുടെ മാനദണ്ഡത്തിൽ നോക്കുമ്പോൾ പരാജയങ്ങളായി വിലയിരുത്തപ്പെടാം. എന്നാൽ ആ വിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളും കാട്ടിയ കാർക്കശ്യവും കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, പാരിസ്ഥിതിക മണ്ഡലങ്ങളിൽ അദ്ദേഹം സൃഷ്ടിച്ച ദീർഘകാല പ്രതിഫലനങ്ങളും ഇന്നും സജീവമാണ്. അതുകൊണ്ടാണ് കള്ളാടിയിൽ മണ്ണിടിയുമ്പോഴും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കുത്തകവൽക്കരണത്തിലേക്കുള്ള നീക്കങ്ങൾ ചർച്ചയാകുമ്പോഴും ഒരു നിമിഷം വി എസ് ഉണ്ടായിരുന്നെങ്കിലെന്ന് മലയാളികൾ നെടുവീർപ്പിടുന്നത്. 2001 പ്രതിപക്ഷ നേതാവായിരിക്കെയാണ് വി എസ് കേരളത്തിൻ്റെ സമര യൗവനത്തിൻ്റെ പ്രതീകമായിട്ട് മാറിയത്. പ്രതിപക്ഷ നേതാവ് ജനങ്ങളുടെ ശബ്ദമാകണമെന്നും ഭരണകൂടത്തെ ജനപക്ഷത്ത് നിന്ന് നിരന്തരം ചോദ്യം ചെയ്യുന്ന തിരുത്തൽ ശക്തിയാകണമെന്നും അദ്ദേഹം രാഷ്ട്രീയ കേരളത്തെ പഠിപ്പിച്ചു. ഭരണപക്ഷത്തെ ജനപക്ഷത്തിൻ്റെ കണ്ണിലൂടെ ഇത്ര ശക്തമായിട്ട് ചോദ്യം ചെയ്ത മറ്റൊരു പ്രതിപക്ഷ നേതാവിനെ കേരളം കണ്ടിട്ടേയില്ല. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഇനി ഉണ്ടാകുമോ എന്നത് കൂടി സംശയമാണ്. 2001 മുതൽ 2006 വരെയുള്ള പ്രതിപക്ഷ നേതൃകാലത്ത് വി എസ് ഏറ്റെടുത്ത വിഷയങ്ങൾ അവയുടെ സാമൂഹിക പ്രസക്തി കൊണ്ടും ഗൗരവം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. വൻകിട ഭൂമി കയ്യേറ്റങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അഴിമതി, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇങ്ങനെ ജനജീവിതത്തെ ബാധിച്ച എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ജനപക്ഷം മാത്രം നോക്കി ഇടപെടുകയും ചെയ്തു. അധികാരത്തിലിരിക്കുമ്പോഴും അധികാരത്തിന് പുറത്തായിരിക്കുമ്പോഴും ഒരേ തത്വനിഷ്ഠയോടെ നിലകൊള്ളാൻ കഴിഞ്ഞ അപൂർവം ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ഏലമലയിലെ മതികെട്ടാൻ മേഖലയിലെ സംഘടിത ഭൂമി കയ്യേറ്റം വിവാദമായപ്പോൾ 78-ാം വയസ്സിലും അദ്ദേഹം മതികെട്ടാൻ മല കയറി. വി എസ് മുന്നിൽ നടന്ന ആ സമരത്തിന് പിന്നാലെ കേരളവും മതികെട്ടാൻ്റെ ജനപക്ഷത്ത് അണിനിരന്നു. ഒടുവിൽ 2003 മതികെട്ടാനിലെ 12.82 ചതുരശ്ര കിലോമീറ്റർ വനമേഖലയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുവാൻ ആൻ്റണി സർക്കാർ അന്ന് നിർബന്ധിതരായി. പൂയംകുട്ടിയിലെ നിർബന്ധിത ഭൂമി കയ്യേറ്റങ്ങളും കമ്പക്കല്ല് മേഖലയിലെ കഞ്ചാവ് തോട്ടങ്ങളും അന്വേഷിക്കാൻ അദ്ദേഹം നേരിട്ടെത്തുന്ന കാഴ്ച കണ്ടു. കോഴിക്കോട്ടെ കാവിലുംപാറ, മണ്ണാർക്കാട്ടെ കാക്കിവാണി വനം, മന്ദൻപൊട്ടി എന്നിവിടങ്ങളിലെ നിക്ഷിപ്ത വനഭൂമി, ആ ഭൂമികളിൽ കേസുകളിൽ സർക്കാർ വീഴ്ച വരുത്തി ഏക്കർ കണക്കിന് വനഭൂമി നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും ആ വിഷയം ഏറ്റെടുക്കാൻ വി എസ് മുന്നിലുണ്ടായിരുന്നു. ഒപ്പം പൊന്മുടിയിലെ മെർക്കിസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഭൂമി വിൽപ്പന ഉൾപ്പെടെയുള്ള അനീതികളെ അദ്ദേഹം ശക്തമായിട്ട് ചോദ്യം ചെയ്തു. എൻഡോസൾഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആ വിഷയത്തെ കേരളത്തിൻ്റെ പൊതു ചർച്ചയുടെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. ഈ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളും കാട്ടിയ രാഷ്ട്രീയ ആർജവവും കേരളത്തിൻ്റെ സാമൂഹ്യ, രാഷ്ട്രീയ, പാരിസ്ഥിതിക ബോധത്തിൽ ഇന്നും കഴിഞ്ഞ് മായാതെ നിൽക്കുന്ന ചില അടയാളങ്ങളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്ന നിരവധി സംഭവങ്ങൾ വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ശക്തമായി പ്രതികരിക്കുമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്നവയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി, ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഭരണത്തിലെ സുതാര്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഇവയെല്ലാം ഒരു പൊതുസമൂഹത്തിൽ സജീവ ചർച്ചയായി ഉയർന്നിരുന്നു. അതോടൊപ്പം സാധാരണക്കാരുടെ ജീവിത ചിലവ് വർദ്ധിക്കുകയും തൊഴിലവസരങ്ങൾ ചുരുങ്ങുകയും
പൊതുസേവനങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് ആശങ്കകൾ ശക്തമാവുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. അത്തരം സന്ദർഭങ്ങളിലാണ് VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചോദ്യം വീണ്ടും 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 ഉയർന്നു കേൾക്കുന്നത്. VS അച്യുതാനന്ദൻ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ധാർമ്മിക മാനദണ്ഡമായിരുന്നു. അഴിമതിക്കെതിരെയും ഭൂമാഫിയക്കെതിരെയും ക്വാറി മാഫിയക്കെതിരെയും പരിസ്ഥിതി നാശത്തിനെതിരെയും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിൻ്റെ പൊതുബോധത്തിൽ ആഴത്തിൽ വേരൂന്നിട്ടുണ്ട്. അധികാരത്തിലിരിക്കുമ്പോഴും അധികാരത്തിന് പുറത്തായിരിക്കുമ്പോഴും ഒരേ തത്വനിഷ്ഠയോടെ നിലകൊള്ളാൻ കഴിഞ്ഞ അപൂർവം ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭാവം ഇന്നൊരു വ്യക്തിയുടെ അഭാവമായി മാത്രം അനുഭവപ്പെടാത്തത്. ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് അധികാരത്തോട് നിരന്തരം ചോദ്യം ചോദിച്ചിരുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ അഭാവമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്നത്. ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശൂന്യത കേരളം തിരിച്ചറിയുമ്പോൾ VS ഇല്ലാത്ത ഒരു വർഷം കേരളത്തിന് നൽകുന്ന പാഠം എന്താണ്? ഈ പറയുന്ന ജനം തെരുവിൽ കരയുന്ന കാലമാണ് എന്നും VSൻ്റെ ശൂന്യതയിൽ ജനപക്ഷ രാഷ്ട്രീയം മരിച്ചെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് VS ഇത്രയേറെ ജനകീയനായത് എന്നുള്ളതാണ്. ഏറ്റെടുത്ത എല്ലാ പോരാട്ടങ്ങളും വിജയിച്ചതുകൊണ്ടല്ല, മറിച്ച് തോൽവി ഉറപ്പായ സാഹചര്യങ്ങളിലും നിലപാടിൽ നിന്ന് പിന്നോട്ടല്ലാതെ പോരാടാൻ അദ്ദേഹം കാണിച്ച ആർജവമാണ് അദ്ദേഹത്തിൻ്റെ ജനകീയതയുടെ യഥാർത്ഥ അടിത്തറ.